വെൽക്കം ടു എംഎസ് ഫാം 8th സ്റ്റാൻഡേർഡിൻ്റെ അടിസ്ഥാന പാഠാവിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണ്. നമ്മൾ ഇതിന് മുൻപും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം സിലബസ് മാറിയിട്ടില്ല. സോ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. കംപ്ലീറ്റ് ടെക്സ്റ്റ് ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണ് അതിൽ സ്റ്റോറി എന്നുള്ളത് അറിഞ്ഞു വയ്ക്കുക. അതുപോലെ ചില മലയാള ഭാഷകൾ, രീതികൾ എങ്ങനെ നമ്മൾ എഴുതും എന്നുള്ളത് അറിഞ്ഞു വയ്ക്കുക. സോ ആ കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് വേഗം നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകാൻ പോകുന്ന 5 ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതൊന്ന് സെലക്ട് ചെയ്യുകയാണ് കേട്ടോ. സോ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അത് ഏത് ചാപ്റ്ററിൽ നിന്ന് വരാം. അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻസ് നമുക്ക് നോക്കാം എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും എന്നുള്ളത്. ആദ്യത്തെ സെക്ഷൻ 6 മുതൽ, രണ്ടാമത്തെ സെക്ഷൻ 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളായിരിക്കും. അതിലേതെങ്കിലും 2 നിങ്ങളോട് ആൻസർ ചെയ്യാൻ പറയും. 2 മാർക്ക് വീതമാണ് കേട്ടോ. ഭാഷാപരമായ അഭംഗി പരിഹരിച്ച് വാക്യം മാറ്റി എഴുതുക. ഇങ്ങനെ നിങ്ങൾക്ക് സെൻറ്റൻസുകൾ ഡിസോർഡർ ആയിട്ട് തരും. അത് നിങ്ങൾ ഓർഡർ ആക്കി എഴുതണം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് അധ്യാപകൻ പരീക്ഷയിൽ ജയിച്ചതുകൊണ്ടാണ് കുട്ടിയെ അഭിനന്ദിച്ചതിന് കാരണം. അത് നമ്മൾ തിരുത്തി എഴുതുമ്പോൾ, ഒന്ന് ഓർഡർ ആക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? അധ്യാപകൻ കുട്ടിയെ അഭിനന്ദിച്ചതിന് കാരണം പരീക്ഷയിൽ ജയിച്ചതുകൊണ്ടാണ്. അങ്ങനെ നമുക്ക് എഴുതാം. 7th ക്വസ്റ്റ്യൻ, മിടുക്കത്തിയൻ മെയ്യിൽ തെളിച്ചോട്ടെ തീർത്ഥം. അപ്പോൾ ബഷീർ എന്ന ബല്ലി ഒന്നെന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു 2 ലൈൻസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ വരികളിലെ പ്രയോഗ ഭംഗി വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പ്രയോഗ ഭംഗി അറിയണമെങ്കിൽ ആ ചാപ്റ്ററിൽ എന്താണ് അത് ഉദ്ദേശിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ആ ചാപ്റ്റർ ആദ്യം നമുക്കൊന്ന് നോക്കാം, എന്നിട്ട് ഈ ലൈനിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം കേട്ടോ. ഒരു ഓർമ്മ ചിത്രമാണ് വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ ബഷീർ എന്ന ബല്ലി എന്ന പദ്യഭാഗം. രോഗശയ്യയിൽ അവശനായി കിടക്കുന്ന കവി എൻ കക്കാടിനെ സന്ദർശിക്കാനെത്തിയതായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറും വിഷ്ണുനാരായണൻ നമ്പൂതിരിയും. ഈ സന്ദർശന വേളയിൽ തൻ്റെ പേരക്കുട്ടിയെ ഈശ്വര സത്യജ്ഞാനിയും സൂഫിയുമായ അങ്ങ് നെറുകയിൽ തൊട്ട് അനുഗ്രഹിച്ചാലും എന്ന് വിഷ്ണു നമ്പൂതിരി ബഷീറിനോട് അഭ്യർത്ഥിച്ചു. കുഴിയാനയിൽ ആടിൽ സർവ്വചരാചരങ്ങളിൽ സ്നേഹപ്പൊരുൾ തേടിയ കൈകൊണ്ട് തൻ്റെ കിടാവിനെ ആശീർവദിക്കണമെന്ന് കവി ബഷീറിനോട് ആവശ്യപ്പെടുന്നു. വികൃതിയും കളിത്തമാശകളും പറഞ്ഞ് ബഷീർ കുഞ്ഞിനെ മടിയിൽ ചേർത്തിരുത്തി. ഈ സന്ദർഭത്തിലാണ് തൻ്റെ 2ാം ബാല്യം ബഷീർ ആസ്വദിക്കുന്നത്. അപ്പം ആ കുട്ടിയെ മടിയിലിരിക്കുമ്പോൾ ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ തീർത്ഥം കൊടുക്കുന്നുണ്ടെന്ന് പറയും. തീർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ആ കുട്ടി അവിടെ ബഷീറിൻ്റെ കയ്യിലേക്ക് മൂത്രമൊഴിക്കുകയാണ്. അപ്പോൾ അതിനെയാണ് ഒരു തീർത്ഥമായിട്ട് എടുക്കുന്നത്. ഒരു കളിത്തമാശ രീതിയിലാണ് അവിടെ പറയുന്നത്. അപ്പോൾ പൈതൽ മുണ്ടിൽ അഴുക്കാക്കും കരുതിയിരിക്കുക എന്ന നമ്പൂതിരി മുന്നറിയിപ്പ് നൽകിയപ്പോൾ മിടുക്കത്തിയായ ഇവൾ എൻ്റെ ശരീരത്തിൽ തീർത്ഥം തെളിച്ചോട്ടെ എന്നായിരുന്നു ബഷീറിൻ്റെ മറുപടി. അപ്പോൾ അതിൻ്റെ പ്രയോഗഭംഗി എന്ന് പറയുന്നത് ഈ ഒരു വാക്യം ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബഷീറിൻ്റെ തനത് ഭാഷയും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളുമാണ് തുടർന്ന് കവി നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഒന്നിനോട് ഒന്ന് ചേരുമ്പോൾ 2 ആകും. ഹിന്ദുവും മുസൽമാനും ആചരിക്കുന്നത് ഈ 2 എന്ന അവസ്ഥയാണ്. ജാതി മത വർണ്ണ വർഗ വ്യത്യാസത്തിൻ്റെ പേരിൽ മനുഷ്യർ 2ആയി നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു സത്യവും മറ്റൊരു സത്യവും ചേരുമ്പോൾ വലിയൊരു സത്യമുണ്ടാകുന്നു. അതുപോലെ ഒന്നും ചേരുമ്പോൾ 2 അല്ല, വലിയൊരു ഒന്നായി തീരുമെന്ന ദർശനം ബഷീർ നൽകുന്നു. പുഴയും ചേർന്ന് വലിയൊരു കടലായി തീരുന്നത് പോലെ ജീവിത ദർശനവും നർമ്മവും ഒത്തുചേർന്ന ആനന്ദ കടലാണ് ബഷീറിൻ്റെ കല. ആ കല അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നർമ്മമായി തിളങ്ങുന്നു. അപ്പോൾ നമ്മുടെ ജീവിതാവസ്ഥയിലെ നമ്മൾ മനുഷ്യരെ, മൃഗങ്ങൾ അങ്ങനെ കാണാൻ പാടില്ല. സർവ്വചരാചരങ്ങളായിട്ട് നമ്മൾ കണക്കാക്കണം. അതുപോലെ ജാതി, മതം, വർഗം അല്ലെങ്കിൽ വർണ്ണം ഇതൊന്നും കാണാൻ പാടില്ല. എല്ലാവരും മനുഷ്യർ എന്നുള്ള കൂട്ടത്തിൽ കാണണം. അതിന് പറയുന്ന ഒരു പ്രയോഗ ഭംഗി ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക കേട്ടോ. ഒന്നും കൂടിയാൽ വലിയൊരു ഒന്നാണ് ആവേണ്ടത്. അവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഒത്തൊരുമിച്ചിട്ടാണ് നിൽക്കുന്നത്, അല്ലാണ്ട് വ്യത്യാസമായിട്ട് ഒന്നും കൂടുമ്പോൾ 2 ആകുന്ന പോലെ അങ്ങനെ 2-3 വിഭജനങ്ങളായിട്ട് നമ്മൾ മാറുകയല്ല വേണ്ട എന്നൊരു അർത്ഥമാണ് തരുന്നത്. 8th ക്വസ്റ്റ്യൻ, അമ്മയുടെ സഹപ്രവർത്തകരായ എൻ്റെ അധ്യാപകരെല്ലാം ചേർന്ന് അസുഖക്കാരിയായ എനിക്കും ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. കാട്ടുമൃഗങ്ങൾ വിളവ് നശിപ്പിക്കാതിരിക്കാൻ കർഷകർ കൃഷിഭൂമിക്ക് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. അടിവരയിട്ട പ്രയോഗത്തിൽ 2 സന്ദർഭങ്ങളിലുള്ള അർത്ഥമെന്ത് കണ്ടെത്തി എഴുതുക. ഇത് നിങ്ങൾ വിശദീകരിച്ചാൽ മതി. എന്താ വേണ്ടത്? ആദ്യം തന്നെ ആദ്യത്തെ ഒരു ലൈൻ എടുത്ത് നിങ്ങൾ എഴുതി വയ്ക്കുക. എന്നിട്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അമ്മയുടെ സഹപ്രവർത്തകരായ എൻ്റെ അധ്യാപകരെല്ലാം ചേർന്ന് അസുഖക്കാരിയായി എനിക്ക് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ അസുഖക്കാരിയാണ്. ആ അസുഖക്കാരിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സംരക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ വേലിക്കെട്ടലിനെ പറയുന്നത്. എന്നാൽ 2ാമത്തെ വേലിക്കെട്ടലും എന്താണ്? ഒരു രീതിയിലുള്ള സംരക്ഷണമാണ്. പക്ഷേ അതെന്താണ്? തൻ്റെ ഭൂമിയെ സംരക്ഷിക്കാൻ, കർഷകൻ തൻ്റെ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേലിക്കെട്ടലായി. ഈ ഒരു വേലി കെട്ടുക എന്ന് പറയുന്നത് അവിടെ ചെയ്യുന്നൊരു പ്രവൃത്തിയും, മറ്റേ ഫസ്റ്റ് ലൈനിൽ പറയുന്ന വേലി കെട്ടുക എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രയോഗ ഭംഗി കൂടിയാണ്. ഓക്കെ, ഇനി 9 മുതൽ 14 വരെ ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് അരപുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 മാർക്ക് വീതമാണ്. അപ്പോൾ ചാപ്റ്റർ നന്നായി അറിഞ്ഞിട്ട് വേണം നമ്മളിതിൽ ഓരോ അരപ്പുറമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. 10th ക്വസ്റ്റ്യൻ, എൻ്റെ കുപ്പായമൊന്നും നന്നല്ലമ്മേ, കല്യാണത്തിന് വരുന്ന കുട്ടിയോട് കണ്ട പരിഹസിക്കില്ലേ? വലിയൊരു ഉത്തരവാദിത്തം രാമൻകുട്ടി നായർ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അമ്മ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ?
പാഠസന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് കുട്ടിയുടെ മാനസികാവസ്ഥ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. കുപ്പായം എന്നുള്ള ചാപ്റ്റർ നന്നായി അറിയാവുന്ന കുട്ടികൾക്ക് അറിയാം ഇതിലെന്താണ് അവൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അവന് കുപ്പായമില്ലാത്തുള്ള വിഷമമാണ്. ഓക്കെ, അപ്പോൾ ആ സന്ദർഭങ്ങളും കാര്യങ്ങളും നമ്മൾ എഴുതിയിട്ട് വേണം കുറിപ്പ് തയ്യാറാക്കാൻ. നമുക്ക് നോക്കാം. MT വാസുദേവൻ നായർ രചിച്ച കഥാഭാഗമാണ് കുപ്പായം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു ക്വസ്റ്റ്യൻ ആൻസർ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലും എഴുതുമ്പോൾ ആദ്യം ആ ചാപ്റ്ററിൻ്റെ പേര് ആരെഴുതി എന്നുള്ളത് എഴുതിയിരിക്കണം. കാരണം അതിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് മാർക്കുണ്ട്. ഓക്കെ, MT വാസുദേവൻ നായർ രചിച്ച കഥാഭാഗമാണ് കുപ്പായം. അമ്മിണിയൊപ്പയുടെ കല്യാണത്തിന് ഇടാൻ നല്ല കുപ്പായമില്ലാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു വാസു. പഴയ കുപ്പായവും ഇട്ടുപോയാൽ കല്യാണത്തിന് വരുന്ന മറ്റു കുട്ടികൾക്ക് മുന്നിൽ താൻ നാണം കെടുമെന്ന സങ്കടമായിരുന്നു അവന്. അമ്മ പറഞ്ഞതനുസരിച്ച് അച്ഛൻ്റെ പെട്ടിയിൽ നോക്കിയപ്പോൾ ആകെ കിട്ടിയ തുണി കിടക്ക വിരിപ്പിന് മാത്രമേ പറ്റൂ എന്ന് കൊച്ചുണ്ണിയേട്ടൻ പറയുന്നു. കിടക്ക വിരി എന്നൊക്കെ പറയുമ്പോൾ എന്താ, നമ്മൾ കിടക്കയിൽ വിരിക്കുന്ന ആ ഒരു ബെഡ്ഷീറ്റിനെ പറയുന്നതാണ്. കല്യാണത്തിനിടാൻ നല്ല കുപ്പായം വല്ലതും കിട്ടുമോ എന്നറിയാൻ വല്യമ്മയുടെ വീട്ടിലേക്ക് അമ്മ പറഞ്ഞയച്ചതാണ് വാസുവിനെ. വല്യമ്മയുടെ മകൻ കുട്ടൻ്റെ കയ്യിൽ നിന്നും ഒരു ഷർട്ടും ട്രൗസറും വാങ്ങുകയായിരുന്നു വാസുവിൻ്റെ ലക്ഷ്യം. നല്ല വസ്ത്രമൊക്കെ ധരിച്ചു പറമ്പിൽ നിൽക്കുന്ന കുട്ടനോട് കുറേ നേരം സംസാരിച്ചു നിന്നെങ്കിലും കുപ്പായമൊന്നും വാസു ചോദിച്ചില്ല. കുട്ടനോട് ചോദിക്കാനുള്ള മടി തന്നെയാവാൻ കാരണം, മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടി നിന്ന് സ്വയം ചെറുതാവാൻ വാസുവിൻ്റെ ആത്മാഭിമാനം അവനെ സമ്മതിച്ചു കാണില്ല. അതിനാൽ തന്നെ തിരിച്ചു വന്ന് അവൻ അമ്മയോട് എനിക്ക് പറ്റിയതൊന്നും ഇല്ലേ അവൻ്റെ കയ്യിലെ എന്ന് കള്ളവും പറഞ്ഞു. മറ്റു വഴിയൊന്നും കാണാതായപ്പോൾ ആ തുണി കൊണ്ട് തന്നെ അവൻ ഷർട്ട് തയ്പ്പിക്കുന്നു. എങ്കിലും ആ ഷർട്ട് ഇട്ടപ്പോൾ മറ്റു കുട്ടികൾ തന്നെ ശ്രദ്ധിക്കുന്നതായി അവന് തോന്നി. പനിനീർ തെളിക്കാൻ രാമൻകുട്ടി നായർ അവനെ തന്നെ തിരഞ്ഞെടുക്കുകയും കൂടി ചെയ്തപ്പോൾ അവൻ്റെ സങ്കടങ്ങളെല്ലാം മാറി. മറ്റു കുട്ടികളെല്ലാം അസൂയയോടെയാണ് തന്നെ നോക്കുന്നതെന്ന് അവന് മനസ്സിലായി. ഇതെല്ലാം അവൻ്റെ മനസ്സിൽ സന്തോഷം നിറച്ചു. അപ്പോൾ ആ ചാപ്റ്ററിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. കുപ്പായത്തിൽ എന്താണ് അപ്പോൾ ആ കുട്ടി പറഞ്ഞത്? ആ കുട്ടിക്കൊരു കുപ്പായം ഇല്ലാത്തതിൻ്റെ വിഷമമായിരുന്നു. കല്യാണത്തിന് പോകുമ്പോൾ എല്ലാ കുട്ടികളും പല പല ഷർട്ടുകളൊക്കെ ഇട്ട് വരുമ്പോൾ തനിക്കൊരു കുപ്പായം ഇല്ല. ഇട്ട കുപ്പായം തന്നെ ഇടണ്ടേ? 1-2 കുപ്പായം ആയിരിക്കും അന്നത്തെ കാലത്തൊക്കെ ആൾക്കാർക്കുള്ളത് കേട്ടോ. എന്നാൽ മറ്റൊരാളുടെ മുന്നിൽ പോയിട്ട് കൈ നീട്ടാനും ആ കുട്ടിക്ക് തോന്നണില്ല. അതുകൊണ്ട് ബെഡ്ഷീറ്റിൻ്റെ ഒരു തുണി എടുത്ത് അവൻ തയ്ച്ചു. എന്നാലും അവന് സങ്കടപ്പെടാനുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല. കൂടുതൽ സന്തോഷിക്കാനുള്ള കാര്യങ്ങളും ഉണ്ടായി. 11th ക്വസ്റ്റ്യൻ. മഴ നനഞ്ഞല്ല, മഴ കൊള്ളാത്തയിടത്ത് സുരക്ഷിതമായി നിന്ന് വിരലൊന്ന് നീട്ടിത്തൊട്ടാണ് മഴയെ ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഓടിട്ട വീട്ടിലിരുന്ന കാരണം മഴയുടെ ചറുപിടഞ്ഞുള്ള വരവ്, ഓടിന്മേൽ വീണ് തട്ടിത്തെറിച്ചുള്ള സംഗീത വിരുന്ന് എനിക്ക് പ്രിയപ്പെട്ടതാണ്. നനയാത്ത മഴ. വ്യത്യസ്തമായ മഴയനുഭവങ്ങൾ നിങ്ങൾക്കുമുണ്ടല്ലോ. അത്തരമൊരു അനുഭവം വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാം. അപ്പോൾ അനുഭവം എഴുതാൻ പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും ഒരു ഹെഡിങ് ഒക്കെ കൊടുത്ത് എഴുതുമൊക്കെയുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ല കാണാനും വായിക്കാനൊക്കെ നല്ല രസമുണ്ടായിരിക്കും. പിന്നെ ഏറ്റവും നല്ലൊരു അനുഭവം എഴുതുക. വെറുതെ കുറച്ച് എന്തെങ്കിലും അങ്ങനെ ഇങ്ങനെ എഴുതാണ്ട് എന്തെങ്കിലും നന്നായിട്ട് വായിക്കുന്ന ആൾക്കാർക്ക് അവർക്കും കൂടി ഫീൽ ചെയ്യണ രീതിയിൽ എഴുതുക. പക്ഷേ അതിന് മുമ്പ് നമുക്ക് നനയാത്ത മഴ അതിലെന്താണ് പറയുന്നത് എന്നുള്ള അറിയാം. കാരണം ആ ചാപ്റ്ററിൻ്റെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഞാൻ അതിൻ്റെ ഒരു ആശയം കൂടി തരുന്നുണ്ട്. പ്രിയ ASൻ്റെ നനയാത്ത മഴ എന്നത് ഒരു ഓർമ്മക്കുറിപ്പാണ്. ബാല്യകൗമാരത്തിൻ്റെ നനവുള്ള ഓർമ്മയാണ് അവ. ഏകാന്തതയെ മുറുകെ പിടിച്ചിരുന്ന കഥാകാരിയുടെ മനസ്സിനെ നനവാർന്ന മഴയുടെ തുള്ളികളാൽ ആഹ്ലാദിപ്പിച്ചിരിക്കുന്നു. രോഗങ്ങൾ തുണയായ കഥാകാരിക്ക് മഴയെ ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാലും മഴ ബന്ധുവിനെയാണ് മറ്റു ബന്ധുക്കളെക്കാളും കഥാകാരി സ്നേഹിക്കുന്നത്. മഴേനൊരു ബന്ധുവായിട്ടാണ് കരുതുന്നത് കേട്ടോ അവിടെ. മഴ പെയ്തു തീരാറാവുമ്പോൾ വേണ്ട പോകണ്ട, ഇത്തിരി നേരം കഴിഞ്ഞു പോയാൽ മതി എന്ന് പറയാൻ കഴിയുന്ന സ്നേഹവാശികൾക്ക് മുന്നിൽ മഴ പോലും തോൽക്കുന്നു. മഴയത്ത് ഇറങ്ങി നിന്ന് ആസ്വദിക്കാൻ കഴിയാതിരുന്ന കഥാകാരി വീടിനകത്തു നിന്നും വിരലുകളാൽ തൊട്ടാണ് മഴയെ ആസ്വദിച്ചിരുന്നത്. രോഗങ്ങൾ കഥാകാരിയെ മഴയിൽ നിന്ന് അകറ്റുമ്പോഴും വീണ്ടും വീണ്ടും തൊടാൻ ആഗ്രഹിക്കുന്ന കവയിത്രിയുടെ ആ മനോഭാവത്തെ വളരെ മനോഹരമായി ഭാഷയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മഴയുടെ സംഗീത വിരുന്ന്, വെള്ളി നൂലുകളാൽ ഇറയത്ത് തോരണം തൂക്കി വീടിനെ കല്യാണ വീടാകുന്ന മഴവിദ്യ, മനസ്സിലേക്ക് വീഴുന്ന മഴയുടെ പവിഴമല്ലിപ്പൂക്കൾ തുടങ്ങിയ പ്രയോഗങ്ങൾ മഴയോടുള്ള പ്രണയത്തിൻ്റെ സൂചനകളാണ്. മുത്തച്ഛനോടൊപ്പം പൂക്കളം തീർക്കുമ്പോഴും സ്കൂളിലേക്കുള്ള യാത്രയിലും മഴ തനിക്ക് അനുഗ്രഹമാവുകയായിരുന്നു എന്ന് പ്രിയ AS ഓർക്കുന്നു. ദിവസേന 4 മഴകൾ സ്വന്തമാക്കി അതിൻ്റെ നിർവൃതി അവർ ഇപ്പോഴും അനുഭവിക്കുന്നു. അന്നത്തെ കുഞ്ഞൊടുപ്പിന് മഴ സമ്മാനിക്കുന്ന മഴവില്ലിനും നിറഭേദമില്ലായിരുന്നുവെന്ന് ഓർത്തെടുക്കുമ്പോൾ മഴ വീണ്ടും വീണ്ടും തന്നിലേക്ക് അടുക്കുന്നതായി എഴുത്തുകാരിക്ക് അനുഭവപ്പെടുന്നു. ഏറ്റവും അടുപ്പമുള്ളവരോട് പോലും ചിലപ്പോൾ പിണങ്ങാറുള്ളതുപോലെ സിനിമ കാണാനും കോളേജ് അഡ്മിഷന് എതിരെ എന്ന നിലയ്ക്ക് വരുന്ന മഴയോട് മുഷിപ്പ് തോന്നിയെങ്കിലും പിണക്കം നടിക്കുമ്പോൾ ചിണുങ്ങി വരാറുള്ള മഴയെ ഇന്നും ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്നതായി പ്രിയ AS സന്തോഷത്തോട് പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ രോഗമുള്ള ഒരാളാണ്. അപ്പോൾ ആൾക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോഴും സിനിമ കാണാൻ പോകുമ്പോഴൊക്കെ മഴയുണ്ടാവും. അപ്പോൾ ഇവർ ആ ഒരു യാത്ര വേണ്ടെന്ന് വെക്കും. അപ്പോൾ എന്ത് ചെയ്യും? മഴയോട് സ്വാഭാവികമായി എല്ലാവർക്കും തോന്നുന്ന പോലെ ദേഷ്യം തോന്നും. എന്നാൽ മഴ അത് പരിഹരിക്കാനായിട്ട് ചിണുങ്ങി വരാറുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മഴയെ ഒരു മനുഷ്യൻ്റെ സാദൃശ്യങ്ങൾ കൊടുത്ത് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ.
കാഴ്ചക്കാരൻ്റെ മാനസിക ഭാവങ്ങളാണ് പ്രകൃതി ഭാവങ്ങളെ വായിക്കുന്നത്. ചരൽമഴ, യക്ഷിമഴ, കണ്ണീർമഴ, വേദനമഴ തുടങ്ങിയ പദപ്രയോഗങ്ങളിലൂടെ കഥാകാരിയുടെ ദുരനുഭവങ്ങൾക്ക് സാക്ഷിയാകാൻ മഴയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് അടയാളപ്പെടുത്തുന്നു. വേദന മഴ എന്ന് പറഞ്ഞാൽ കഥാകാരിയുടെ വേദനിച്ചിരിക്കുമ്പോൾ പെയ്യുന്ന മഴയെ വേദന മഴ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കഥാകാരിയുടെ ആ ഒരു വിഷമത്തിൽ വേദനകളിൽ മഴയും ഒത്തുകൂടിയുണ്ട് എന്ന് പറയുന്നത്. 50 വയസ്സിലും 5 വയസ്സിലും കൗതുകം നൽകാൻ മഴയ്ക്ക് കഴിയുന്നുണ്ടെന്നും അത് വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നും ഉള്ളു തുറന്നു പറയാൻ കഥാകാരി ശ്രമിക്കുന്നു. ബാല്യത്തെ വീണ്ടെടുക്കുന്നു. നനവുള്ള സ്മരണകൾ വായനക്കാരിൽ കുളിരേകുന്നു. 13th ക്വസ്റ്റ്യൻ. എന്നോട് അമ്മ പറഞ്ഞു കാട്ടിൽ പോകല്ലേ, കൂട്ടുകൂടല്ലേ, മരത്തിൽ കയറല്ലേ. കുട്ടികൾക്ക് തേന്മാവ് കാണിച്ചു കൊടുക്കുകയേ ആവൂ. തേൻകനി പറിച്ചു കഴുകി ചെത്തിപ്പോളി തിന്നാൻ പാകത്തിന് കൊടുക്കരുത്. തേൻകനി. ഇത്തരം ഉപദേശങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണം വ്യക്തമാക്കുക. അപ്പോൾ എന്താണ് തേൻകനിയിലെ സ്റ്റോറി എന്നറിയണ്ടേ? എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്കതിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. വയലാർ വാസുദേവൻ പിള്ള രചിച്ച വയലാർ വാസുദേവൻ പിള്ളയുടെ നാടകങ്ങൾ എന്ന കൃതിയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് തേൻകനി. മനുഷ്യരുടെ പൊതുവായ ഒരു സ്വഭാവം കുട്ടികളിലൂടെ കാണിക്കുകയും അത് തിരുത്തുകയുമാണ് നാടകത്തിൽ പരാമർശിക്കുന്നത്. വനഗായകനോട് മാങ്ങ പറിച്ചു തരാൻ ആവശ്യപ്പെടുന്ന കുട്ടികൾ അതിൻ്റെ രുചി അധ്വാനിക്കാതെയും വിയർക്കാതെയും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് എല്ലാതും ഓരോരുത്തർ ചെയ്തു കൊടുക്കണം. അവർക്ക് അധ്വാനിക്കാൻ പറ്റില്ല. കുട്ടികൾ കേട്ടോ, അവർ മാങ്ങ പറിക്കാൻ പോകുമ്പോൾ. ഇവിടെ മനുഷ്യന്മാരുടെ സ്വഭാവമായിട്ടാണ് പറയുന്നത്. മനുഷ്യന്മാർക്ക് എന്താണ്, സ്വാർത്ഥ ലാഭങ്ങളും ഉണ്ട്, അധ്വാനിക്കാണ്ട് മറ്റുള്ളവരുടെ പണം കൈക്കലാക്കണം എന്നുള്ള സ്വഭാവമുണ്ട്. മനുഷ്യ സ്വഭാവമായിട്ടുള്ള മടിയും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ശീലവുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ അന്യൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത് ശരിയല്ല എന്ന സന്ദേശം വനഗായകൻ കുട്ടികൾക്ക് ഇവിടെ പകർന്നു നൽകുന്നു. അധ്വാനിക്കാതെ എന്തെങ്കിലും നേടാൻ ശ്രമിച്ചാൽ അത് പാഴായി പോകുമെന്നും പരിശ്രമത്തിലൂടെ നേടുമ്പോൾ മാത്രമേ നേട്ടങ്ങൾക്ക് മധുരമുണ്ടാകുമെന്നും കുട്ടികളെ പഠിപ്പിക്കുന്നു. ഒരു കനി തേൻ പോലെ രുചിയുണ്ടാവണമെങ്കിൽ സ്വയം അധ്വാനിച്ച് അതിൻ്റെ വിയർപ്പിനാൽ കഴിക്കണമെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ അധ്വാനിച്ചൊരു കാര്യം മേടിക്കുമ്പോൾ, നമ്മൾ അധ്വാനിച്ചൊരു കാര്യം കഴിക്കുമ്പോഴാണ് അതിന് ഏറ്റവും രുചിയുള്ളത് കേട്ടോ. രക്ഷിതാക്കളുടെ വാക്ക് കേൾക്കാതെയാണ് കുട്ടികൾ കാട്ടിലേക്ക് പോകുന്നത്. കുട്ടികളുടെ സുരക്ഷയായി കരുതിയെന്ന കാട്ടിൽ ഉമ്മാക്കി ഉണ്ടെന്ന് അമ്മ അവരെ പറഞ്ഞു പഠിപ്പിച്ചത്. എന്നാൽ കുട്ടികൾ മാമ്പഴം തിന്നാനുള്ള കൊതി കൊണ്ട് കാട്ടിനുള്ളിൽ പ്രവേശിക്കുന്നു. മാതാപിതാക്കളുടെ വാക്കുകൾക്ക് വേണ്ടത്ര വില നൽകാതെ നമ്മെ ആപത്തിലാക്കി നയിക്കും. അപ്പോൾ അതും കൂടി അവർക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം എന്താ, വീട്ടിലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാട്ടിൽ ഉമ്മാക്കി എന്ന് പേടിപ്പിക്കുന്നെന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവരെ കാട്ടിലേക്ക് അയക്കാണ്ടിരുന്നത്. എന്നാൽ അവർ പോയി. അവിടെ പോയി പിന്നെ മാങ്ങ പറിക്കാൻ നിന്നിട്ടൊക്കെ അവർക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം മാതാപിതാക്കളുടെ വാക്ക് കേട്ടില്ലെങ്കിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അവർക്ക് മനസ്സിലായി. എന്നാൽ ചില കുസൃതി തരങ്ങളെല്ലാം കുട്ടികളുടെ മുതൽക്കൂട്ടാണ്. ഇവിടെ രക്ഷിതാക്കളുടെ വാക്ക് കേട്ട് മാമ്പഴം തിന്നാൻ പോകാതിരുന്നാൽ അവർക്ക് അധ്വാനത്തിൻ്റെ മഹത്വം തിരിച്ചറിയില്ലായിരുന്നു. ശരിയാണല്ലോ. കാരണം എന്താണ്, കാട്ടിലേക്ക് രക്ഷിതാക്കളുടെ വാക്കുകൾ കേട്ട് പോവാതിരുന്നെങ്കിൽ അധ്വാനത്തിൻ്റെ മഹത്വമൊന്നും അവിടുത്തെ ആൾ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഒരു സന്ദർഭം അവർക്ക് മിസ്സായിരുന്നു. പിന്നെ ഇതുപോലെ സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ്, ചില കുട്ടികളുടെ ഓരോ എന്താണ് ആ ഒരു കുട്ടിത്തരങ്ങൾ അല്ലെങ്കിൽ കുസൃതിത്തരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചില കുസൃതികൾ അവരെ പലതും പഠിപ്പിക്കും. അധ്വാനവും സാഹസികത്വവും ചെയ്യാൻ ഒരുങ്ങുന്ന മനസ്സിന് വിജയത്തിലേക്ക് എത്താനുള്ള ചവിട്ടുപടികളുടെ എണ്ണം കുറയും. ശരിയല്ലേ? നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണ്, നമ്മൾ സാഹസികമായിട്ടുള്ള പ്രവർത്തികൾ എടുക്കാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ചവിട്ടുപടി കുറച്ച് കുറയും, പെട്ടെന്ന് എത്താൻ സാധിക്കും. 14th ക്വസ്റ്റ്യൻ. ക്ലാസ്സിൽ ഷർട്ടിടാതെ കുട്ടികൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു മത്സര ബുദ്ധിയോടെ ഞാൻ ആരുടെയും വേഷഭൂഷാദികളെ നോക്കിയിട്ടില്ല. എനിക്ക് 3 ഷർട്ടും 2 ട്രൗസറുമാണുള്ളത്. ഇതെല്ലാം വില കുറഞ്ഞ തുണി കൊണ്ട് തുന്നിച്ചതാണ്. വീട്ടിലിരിക്കുമ്പോൾ ഇടുന്ന ഷർട്ടും ട്രൗസറും ഇത്ര നല്ലതാണെങ്കിൽ അവൻ്റെ പെട്ടിയിൽ ഇനി ഏതൊക്കെ ഉണ്ടാകും എന്നായിരിക്കും എൻ്റെ ചിന്ത. കുപ്പായം. സൂചനകളിൽ നിന്ന് അക്കാലത്തെ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് ലഭിക്കുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ആദ്യം നമ്മുടെ സ്റ്റോറിയുടെ കാര്യം നമ്മൾ എഴുതി വെക്കണം. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ, അത് എഴുതി വെക്കണം. എന്നിട്ട് പിന്നെ എന്താണ്, നമ്മൾ ആ ഒരു കഥാപാത്രത്തിൻ്റെ രീതിയിൽ തന്നെ എഴുതണം. എന്തായിരുന്നു, കുപ്പായം കിട്ടാതെ വാസു എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അന്വേഷിക്കാൻ പോകുന്നുണ്ട് കുപ്പായ ആൾക്കാരുടെ കയ്യിൽ നിന്ന്. വലിയമ്മയുടെ മോൻ്റെ അവിടെ നിന്ന് ട്രൗസറും ഷർട്ടൊക്കെ അന്വേഷിക്കാൻ പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് തന്നെയാണ് നിങ്ങളിവിടെ എഴുതി വെക്കേണ്ടത്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, അവന് ആത്മാഭിമാനം കാരണം ചോദിക്കാൻ തോന്നുന്നില്ല. അപ്പം അന്നത്തെ കുട്ടികളുടെ ആ ഒരു അവസ്ഥ, ഒരുപാട് ദാരിദ്ര്യമുള്ള അവസ്ഥകളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്റ്റോറി അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എഴുതി വെക്കുക കേട്ടോ. ലാസ്റ്റ് സെക്ഷൻ നമുക്ക് വരുന്നത് 3 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. 15, 16, 17 ചോദ്യങ്ങളിൽ 2 എണ്ണത്തിനാണ് ഉത്തരം എഴുതുക കേട്ടോ. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്കസ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ അടിസ്ഥാന പാഠാവലിയുടെ തന്നെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ. അതിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ഒരു സങ്കല്പത്തെയാണോ വികസനം എന്ന് വിളിക്കുന്നത്? പ്രഭോ, കഴിഞ്ഞ കൊല്ലം മുട്ടയിടാൻ വന്ന മീനുകളെല്ലാം വെള്ളത്തിൽ രാസവിഷം കാരണം ചത്തുപൊന്തിയപ്പോൾ കുറേ മനുഷ്യർ വന്നുകൂടി.
രാത്രിയിലാണ് തീയിട്ടത്. എൻ്റെ കൂട്ടുകാരെല്ലാം തീയിൽ കത്തിയെരിഞ്ഞു. ഞാൻ നോക്കി നിൽക്കെ എൻ്റെ പ്രിയതമനും ജീവനോടെ, അപ്പോൾ അവിടെ ജീവനോടെ മരിച്ചു എന്നാണ് പറയാൻ വന്നത്. 2 മത്സ്യങ്ങൾ. തന്നിട്ടുള്ള സൂചനകളും കഥയിലെ ആശയങ്ങളും ഉൾപ്പെടുത്തി വികസനം പരിസ്ഥിതി സൗഹൃദമാകണം എന്ന വിഷയത്തിൽ മുഖപ്രസംഗം നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസംഗം അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ തന്നെ വരുമെന്ന് പറയാൻ പറ്റില്ല, വേറെ ഏതെങ്കിലും ടോപ്പിക്കായിരിക്കും വരിക. നിങ്ങൾക്ക് എന്ത് വേണം, ആ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ പറയുന്നത് നിങ്ങൾക്ക് അറിയണം. ആ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രസംഗത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് കൊടുക്കാം ആ ചാപ്റ്ററിൻ്റെ ആശയത്തോട് കൂടിയിട്ട്. കവായി കായലിൽ നിന്ന് വേനൽ മഴയുടെ സമയത്ത് ശുലാപ്പ കാവിലേക്ക് യാത്ര ചെയ്ത് അവിടുത്തെ ശുദ്ധജലത്തിൽ മുട്ടയിടാനൊരുങ്ങുന്ന അഴകൻ, പൂവാലി എന്നീ നെടുംചൂരി മത്സ്യങ്ങളുടെ യാത്രയെ പാരിസ്ഥിതികമായ പശ്ചാത്തലത്തിൽ പങ്കുവയ്ക്കുകയാണ് ഡോക്ടർ അംബികാസുധൻ മാങ്ങാടിൻ്റെ 2 മത്സ്യങ്ങൾ എന്ന കഥ. മനുഷ്യൻ്റെ പ്രകൃതിയിലുള്ള കടന്നുകയറ്റം മൂലം ജീവിക്കാൻ പ്രയാസപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളുടെയും പ്രതിനിധികളായ 2 മത്സ്യങ്ങളുടെ യാത്രയിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. 2 മത്സ്യങ്ങളെ കൂടാതെ പുരാതന രൂപമുള്ള തവള, കിളികൾ എന്നീ കഥാപാത്രങ്ങളെ കൂടി ഈ കാഴ്ചയ്ക്ക് കരുത്തേകുന്നു. കവായി കായലിലെ ഉപ്പുവെള്ളത്തിൽ മുട്ടയിടാൻ ചീഞ്ഞു പോകുമെന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്ന ജലജീവിയാണ് നെടുഞ്ചൂരി മത്സ്യങ്ങൾ. കവായി കായലിലെ ഉപ്പുവെള്ളമാണ്, അപ്പോൾ അവിടെ മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് നശിച്ചു പോകുമെന്ന് പറയും. അതുകൊണ്ടാണ് ശുലാപ്പ് കാവിലേക്ക് അവർ രണ്ടാളും നീന്തി പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് മുട്ടയിടാനും കുഞ്ഞുങ്ങളെ പോറ്റി വളർത്താനും ശുലാപ്പ് കാവിനകത്തേക്ക് ജലാശയത്തിലേക്ക് വേനൽ മഴ തുടങ്ങുമ്പോൾ കുന്നുകൾ ചാടി കയറി പോകുന്നത്. വേനൽ മഴ തുടങ്ങുമ്പോൾ ശുലാപ്പിലെത്തി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമ്പോഴേക്കും കർക്കിടകത്തിൻ്റെ മാരിപ്പെയ്ത്ത് തുടങ്ങും എന്ന അഴകിൻ്റെ വാക്കുകൾ പൂവാലിക്ക് ധൈര്യവും ആത്മവിശ്വാസവും പകരുന്നുണ്ടെങ്കിലും പെയ്യാതെ പോകുന്ന വേനൽ മഴ അവരെ ഉത്കണ്ഠപ്പെടുത്തുന്നു. വെളിസ്ഥലങ്ങളെത്തിയപ്പോൾ മനുഷ്യർ തങ്ങളെ പിടിക്കാൻ കുന്തങ്ങളും വാളുകളുമായി ഓടി വരുന്നത് കണ്ട് അവർ പരിഭ്രാന്തരായി. മനുഷ്യരുടെ കാഴ്ചവട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ട് മാളത്തിനകത്ത് കയറുന്ന മത്സ്യങ്ങൾ നൂറ്റാണ്ടുകളുടെ പ്രായം തോന്നിക്കുന്ന വലിയ തവളയെ കണ്ടുമുട്ടുന്നു. ശ്രീബുദ്ധൻ ഒരു നാൾ ധ്യാനത്തിനായി കാവിലെത്തിയപ്പോൾ അറിയാതെ ചവിട്ടിയതും സ്നേഹപൂർവ്വം തലോടി ക്ഷമാപണം നടത്തിയതും ചിരഞ്ജീവിയാക്കി തീർത്തതുമായ ഓർമ്മകൾ അഴകനും പൂവാലിയുമായി തവള പങ്കുവയ്ക്കുന്നു. മനുഷ്യർ മാത്രം ബാക്കിയാവുന്ന ആർക്കും മനസ്സിലാകാത്ത വികസന സങ്കല്പത്തെ തവള പരിഹസിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ് കേട്ടോ ഈ ചാപ്റ്ററിലെ. മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ആർക്കും മനസ്സിലാകാത്ത വികസന സങ്കല്പത്തെ തവള പരിഹസിക്കുന്നു. മനുഷ്യന് മാത്രമാണ് ഈ ലോകത്ത് അവകാശമുള്ളൂ എന്നുള്ള ആ ഒരു തോട്ട് അതിവിടെ പറയുന്നുണ്ട്. ഇനി ഭൂമിയുടെ ചോര പോലെ മെലിഞ്ഞ നീർച്ചാലുകളുടെ ശുലാപ്പ് കാവിലെത്തിയ തവളയെയും മത്സ്യങ്ങളെയും കാത്തിരുന്നത് കാടായി നിറഞ്ഞു നിന്നിരുന്ന കാവിൻ്റെ ഓർമ്മ പോലെ 4-5 മരങ്ങൾ മാത്രമായിരുന്നു. അവിടുന്ന് ഈ ഒരു ശുലാപ്പ് കാവിലേക്ക് എത്തിയപ്പോൾ തവളയും മീനുകളും കൂടിയിട്ടാണ് വന്ന് ഇവിടെ എത്തിയപ്പോൾ വലിയൊരു കാട് പ്രതീക്ഷിച്ച് വന്ന ആൾക്കാർക്ക് 2-3 മരങ്ങളാണ് കണ്ടു കിട്ടിയത്. ബാക്കിയെല്ലാം കരിഞ്ഞു, തീയിട്ടു. അവിടെയുള്ള ജലാശയം നികത്തി മനോഹരമായ സൗധം പണിഞ്ഞിരിക്കുന്നു. വലിയൊരു ജലാശയം ഉണ്ടായിരുന്നു, അതവിടെ നികത്തി വലിയ വലിയ മാളികളും അതുപോലെ ബിൽഡിങ്ങുകളൊക്കെ പണിഞ്ഞിരിക്കുകയാണ് കണ്ടത്. കഴിഞ്ഞ വർഷം മുട്ടയിടാൻ വന്ന മീനുകൾ വെള്ളത്തിലെ രാസവിഷം കാരണം ചത്തുപൊങ്ങിയതും കുറേ മനുഷ്യർ കാവിന് തീയിട്ടതും കുറേ കിളികളോടൊപ്പം തൻ്റെ ഇണക്കിളിയെയും കത്തിയെരിഞ്ഞതുമെല്ലാം അവിടെ ഉണ്ടായിരുന്ന പച്ചത്തത്ത അവരോട് സങ്കടത്തോടെ വിവരിച്ചു. അവിടെ നിന്നും തവള നൽകിയ ഊർജത്തിൽ നിന്നും ജീവനെ കുളിരണിയിക്കാൻ നിറയെ വെള്ളമുള്ള ഒരിടം തേടി ശുഭപ്രതീക്ഷയോടെ മത്സ്യങ്ങൾ യാത്ര തുടരുന്നു. അപ്പോൾ അവിടുന്ന് തവളയൊക്കെ എന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്തിട്ട് അവരോട് കുറേ ഊർജ്ജമൊക്കെ കൊടുത്തു, കുറേ എനർജിയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു എന്താണ് ഇനിയും ഉണ്ടാവും സ്ഥലങ്ങൾ ഇതുപോലെ, നിങ്ങൾ അങ്ങോട്ട് യാത്ര തിരിക്കൂ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവുക ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട്. 16th ക്വസ്റ്റ്യൻ ഒരു ലെറ്റർ എഴുതാനാണ് കേട്ടോ. കുപ്പായം എന്ന ഓർമ്മക്കുറിപ്പ് നൽകുന്ന വായനാനുഭവം ഉൾപ്പെടുത്തി സുഹൃത്തിനെ അയക്കാനുള്ള കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി കുപ്പായം എന്ന ചാപ്റ്ററിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ മുൻപ് പറഞ്ഞു. ആ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. അത് മറ്റൊരാളോട് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ബോക്സിൽ എഴുതുക, തീയതി, സ്ഥലം, ഇത് രണ്ടും കൊടുക്കണം ഒരു കോർണറിലായിട്ട്. അതുപോലെ പ്രിയപ്പെട്ട എന്നിട്ട് ആളുടെ പേര് എഴുതുക. 3 പാരഗ്രാഫായിട്ട് ലെറ്റർ എഴുതാൻ ശ്രമിക്കുക. ആദ്യത്തെ പാരഗ്രാഫിൽ അവരുടെ വിശേഷങ്ങൾ ചോദിക്കുക. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ, വീട്ടിലുള്ള അച്ഛനമ്മ അവരൊക്കെ എന്ത് പറയുന്നു, അങ്ങനെയൊക്കെ പറയാം. അത് കഴിഞ്ഞ് 2ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്തിനാണ് ഈ ലെറ്റർ എഴുതുന്നത് ആ ടോപ്പിക്ക് പറയാം. 3ാമത്തെ പാരഗ്രാഫിൽ ഒന്നും കൂടി നീ അവിടെ സുഖമായിട്ടിരിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കത്ത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറയാം. അവസാനം എന്ന്, സ്നേഹത്തോടെ, വിശ്വസ്തയോടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പേര് എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് ലെറ്റർ എഴുതുക. നമ്മൾ പറയുന്നില്ല, കുപ്പായം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ മതി, ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഒരു പ്രഭാഷണം തയ്യാറാക്കാനാണ്. പ്രഭാഷണം തയ്യാറാക്കേണ്ടത് നമ്മളിപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ബഷീർ എന്ന ബെല്ലി ഒന്നെന്ന് പറഞ്ഞ ചാപ്റ്റർ പറഞ്ഞില്ലേ, അതിലെന്താണ് വർഗം, വർണ്ണം, അതുപോലെ ജാതി, മതമൊന്നും നോക്കാതെ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. ആ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മളൊരു പ്രഭാഷണം തയ്യാറാക്കുക. ഓക്കെ,
അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. ഇതിൻ്റെ ആൻസേഴ്സ് നമ്മൾ കൊടുക്കുന്നില്ല, കാരണം ഓൾറെഡി ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കൂടുതൽ വിശദമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ വളരെ വിശദമായിട്ട് 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തതിലും പറയുന്നുണ്ട്. നിങ്ങളത് കേൾക്കുക കേട്ടോ. താങ്ക്